ഈ യു.എ പോലുള്ള ഈ മരുഭൂമിയിൽ നമ്മൾ ഓരോ തുള്ളി വെള്ളം ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പുറകിൽ എത്ര എഫേർട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വാഷ്റൂമിലൊക്കെ കയറിയിട്ട് നമ്മൾ കുളിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മൾ ഒരുപാട് വെള്ളം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി നമ്മളെപ്പോഴും ഓർക്കാറില്ല. അപ്പം ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു, എത്രത്തോളം ഇതിൻ്റെ സോഴ്സ് ഉണ്ട്, മിസ്യൂസ് ചെയ്യുമ്പോൾ പോലും നമുക്ക് അത്ര ധാരണയൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പം ഇതിന് ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലാറ്റിലെ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിൽ ഒരു ബാത്റൂമിലെ കാര്യം മാത്രമാണ്. നമ്മുടെ ഫ്ലാറ്റിൽ ഒന്നിലധികം ബാത്റൂമുകൾ ഉപയോഗിക്കുന്ന വെള്ളം, അതല്ലെങ്കിൽ നമ്മുടെ ആ ഫ്ലാറ്റിൽ മൊത്തത്തിൽ, അതുപോലെ ആ ബിൽഡിങ്ങിൽ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വെള്ളം, ആ കമ്മ്യൂണിറ്റിയിലെ ഇത്രയും ബിൽഡിങ്ങുകളിലേക്ക് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ നമ്മൾ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം വെള്ളം ഒരു സമയം ഉപയോഗിക്കുന്നുണ്ട്. യു.എ പോലുള്ളൊരു സ്ഥലത്ത് അവിടെ വാട്ടർ റിസോഴ്സ് വളരെ കുറവാണ്. ഒരല്പം വെള്ളം വേണമെങ്കിൽ ഡീസാലിനേറ്റഡ് വാട്ടർ വേണം. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിന് മാത്രം എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്നാണ്. യു.എയുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ ഫലജ് എന്ന് പറഞ്ഞാൽ കനാലിന് അർത്ഥമുണ്ട്. അപ്പം ഈ കനാലുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വെള്ളം വിതരണം ചെയ്യുന്നൊരു ശൃംഖല പണ്ട് മുതൽ തന്നെ യു.എയിൽ വളരെ ഫേമസ് ആണ്. അപ്പോൾ വെള്ളം ഇങ്ങനെ എത്തിക്കുന്ന അതിനെപ്പറ്റി അവർ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്, വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചെറിയൊരു രാജ്യത്താണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാട്ടർ പ്ലാന്റുകളുള്ളത്. അതിൽ ഏറ്റവും പഴയതും അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ഒന്നാമത്തേതുമായിട്ടുള്ള ജബൽ അലി വാട്ടർ പ്ലാന്റ് ഉണ്ട്. ഫുള്ളി കമ്മീഷനായിട്ടുള്ള 1 സൈറ്റ് വാട്ടർ പ്ലാന്റ് ആണ്. 2.5 മില്യണോളം മെട്രിക് ടൺ വെള്ളമാണ് അവിടുന്ന് എടുക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന തവീല, അതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഫുള്ളി കമ്മീഷൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ അതായിരിക്കും ലോകത്തെ ഏറ്റവും ഒന്നാമത്തെ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാട്ടർ ഡിസാലിനേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും, പിന്നെ സൗദിയിലുണ്ട്. അപ്പം എന്തായാലും അറബ് കൺട്രീസിലാണ് കൂടുതൽ. അതിൽ യു.എയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2 ഡിസാലിനേഷൻ സെൻറ്ററുകളുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഉള്ള വെള്ളം എത്രയോ എഫേർട്ട് എടുത്ത് ഈ വെള്ളമാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ നമുക്കിതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണം. നമ്മൾ ആ വെള്ളം ഏത് രീതിയിൽ യൂസ് ചെയ്യണം, അതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്.